ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ടച്ച് ഇൻറ്റീരിയേഴ്സ്. കോട്ടയത്തിനടുത്ത് 15 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു വീടിൻ്റെ റിനോവേറ്റ് ചെയ്ത ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഞാൻ സോണി ഇൻറ്റീരിയർ ഡിസൈനർ ആൻഡ് കൺസൾട്ടൻറ്റ്. ഇതൊരു റിനോവേഷൻ വർക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പഴയ വീട് എങ്ങനെയായിരുന്നെന്ന് ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. ലിവിംഗ് റൂം, ഡൈനിങ് റൂം, ഒരു ഓഫീസ് റൂം, പിന്നെ പഴയ രീതിയിലുള്ളൊരു കിച്ചൺ, 2 ബെഡ്റൂം, ഇങ്ങനെയായിരുന്നു ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ. ഇതിനെയാണ് നമ്മൾ ഇന്നത്തെ മോഡേൺ തീമിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഞാൻ വിശദമായി പറയാം. ഇത് നമ്മൾ മെയിൻ ഡോർ കയറി വന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതായിരുന്നു ഓഫീസ് റൂം. അത് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു പഴയ രീതിയിൽ. പക്ഷേ ഇപ്പോൾ നമ്മൾ അത് ഓപ്പൺ ആക്കി ആർക്കിട്രേറ്റ് ഒക്കെ കൊടുത്ത് ഇതാണ് നമ്മൾ ലിവിംഗ് റൂം ആയി മാറ്റിയിരിക്കുന്നത്. ഇവിടെ ഒരു ഡോർ ആയിരുന്നു. ഈ സ്പേസിനെയാണ് നമ്മൾ ഫുള്ളായിട്ട് എടുത്തിരിക്കുന്നത്. അതിനനുസരിച്ച് ടൈലും എല്ലാം ചേഞ്ച് ചെയ്ത് ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുകയാണ്. മനോഹരമായ ഒരു പ്രെയർ യൂണിറ്റ് ആണ് ഒരു സൈഡ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ബാക്ക് സൈഡിലായിട്ട് ചാർക്കോൾ പാനലാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു നമ്മൾ ഇഷ്ടികയുടെ ഒക്കെ ടച്ച് തോന്നുന്ന രീതിയിലുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ സൈഡിൽ ജിപ്സം ബോർഡിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈൻ ആണ്. അതിനിടയ്ക്കായിട്ട് കോവലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ലെഡ്ജസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു ലെഡ്ജസ് ഉണ്ട്. അതിന് ചേരുന്ന രീതിയിൽ തന്നെ മറൈൻ പ്ലൈവുഡ് ലാമിനേഷനിലാണ് നമ്മൾ ഈ ബോക്സും എല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിന് പ്രൊഫൈൽ ഹാൻഡിൽ, റോസ്വുഡിന്റെ കളറുള്ള പ്രൊഫൈൽ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. മനോഹരമായ ഈ ഒരു തീമാണ് ഈ റൂമിനെ, ഈ ലിവിംഗ് റൂമിനെ ഇത്ര അധികം ആകർഷകമാക്കിയിരിക്കുന്നത്. ഇത് ലൈറ്റ് തീമിലാണ് എല്ലാ സംഗതികളും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോഫാസിൽ നോക്കുകയാണെങ്കിലും നമ്മുടെ കുഷ്യൻസ് ആയാലും എല്ലാം നമ്മൾ ലൈറ്റ് തീമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ടീക്വുഡിലാണ് സോഫ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചേരുന്ന ഒരു കാർപ്പറ്റും കൊടുത്തിട്ടുണ്ട്. മെയിൻ ഹൈലൈറ്റ് അടുത്തത് ഈ റൂമിലുള്ളത് ഈ ഒരു വോളാണ്. വോളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ വെയിൻസ്കോട്ട് പാനൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബോക്സ് ആയിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ മിഡിലായിട്ട് ഒരു വാളാർട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബോക്സിനുള്ളിൽ ലൈറ്റ് തീമിലുള്ള വാൾപേപ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് ഈ റൂമിന് ചേരുന്ന രീതിയിൽ തന്നെയാണ് ബ്ലൈൻഡ്സ് കൊടുത്തിരിക്കുന്നത്. ബ്ലൈൻഡ്സിലും നമുക്ക് കാണാൻ പറ്റും ഒരു ചെറിയ ലീഫിന്റെ പ്രിന്റ് ഉണ്ട്. ഇനി നമ്മൾ സീലിംഗിന്റെ വിശേഷമാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പ്രെയർ യൂണിറ്റിൽ കാണിച്ചിരുന്ന ആ കർവ് പാറ്റേൺ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ സീലിംഗും കൊടുത്തിരിക്കുന്നത്. അവിടെയും നമ്മൾ പ്രൊഫൈലായിട്ടും സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഡയറക്റ്റ് വ്യൂ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ TV അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം അതായിരുന്നു ഈ വീടിന്റെ പഴയ പ്ലാനിലുള്ള ലിവിംഗ് റൂം. അതിലേക്ക് നമുക്ക് കാണാം. പഴയ വീടിന്റെ ലിവിംഗ് ഏരിയയാണ് നമ്മൾ TV വോളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ വോളിലേക്ക് നോക്കുകയാണെങ്കിൽ PVC ലൂവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും ലൈറ്റ് കളർ തീമിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പ്രെയർ യൂണിറ്റിൽ കണ്ട ആ സെയിം മറൈൻ പ്ലൈവുഡ് ലാമിനേഷന്റെ ആ സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് നമ്മൾ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. 2 ഡ്രോയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മിഡിലില് ഗ്ലാസ് ഷട്ടേഴ്സിൽ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ പാറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ സെയിം ബ്ലൈൻഡ്സ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട ലിവിംഗ് റൂം, TV റൂം, ഇവിടെയെല്ലാം നമ്മൾ ബേജ് വുഡ്, അതിനോടുകൂടി ഗോൾഡ്, റോസ് ഗോൾഡ്, ഇതാണ് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ TV റൂമിന്റെ ഈ ഒരു ഏരിയയിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബീഡിങ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിലായിട്ട് സെയിം ആ വാൾപേപ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗോൾഡൻ കളറുള്ള മെറ്റലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമ്മൾ മേളില് ആർക്കിട്രേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന സീലിംഗ് ആയാലും പ്രൊഫൈൽ ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ്, പിന്നെ സ്പോട്ട് ലൈറ്റ്, ഇതിന്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആണ് നിങ്ങൾക്ക് അടുത്തതായി ഞാൻ കാണിക്കുന്നത്. എൻട്രൻസ് ഡോറിൽ നിന്ന് ഡയറക്റ്റ് വ്യൂ ഡൈനിങ് റൂമിലേക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു പാർട്ടീഷനാണ് ഈ ഏരിയയുടെ മെയിൻ അട്രാക്ഷൻ. ഇത് നമ്മൾ MS ഗോൾഡൻ ഫിനിഷ് മാറ്റ് കൊടുത്തിരിക്കുകയാണ്. അതിനടുത്ത് തന്നെ അതായത് ഡയറക്റ്റ് വ്യൂ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഒരു ലാമിനേഷൻ കൊടുത്തിട്ടുണ്ട് മറൈൻ പ്ലൈവുഡില്. അതുപോലെ തന്നെ താഴെ
ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുത്തിരിക്കുന്ന ആർക്കിഫൈയുടെ സെയിം ഫിനിഷിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ചെറുതായിട്ട് കീപ്പ് ചെയ്യാനും പറ്റും. ഇവിടെ നല്ല മനോഹരമായ ഒരു ലാമ്പ് ഷെയ്ഡ് ഇതിന് ചേരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മേളില് അതുപോലെ തന്നെ ചെറിയൊരു പാനലും ചെയ്തിട്ടുണ്ട് നമ്മുടെ ടീക്വുഡ് കളറിൽ തന്നെ. ഇനി ഡൈനിങ് റൂമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ടീക്വുഡിലുള്ള 6 സീറ്റർ ഡൈനിങ് ടേബിൾ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ഗ്ലാസ് ടോപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാൻഡില്, റണ്ണർ ഇതെല്ലാം വെച്ച് നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സൈഡിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ആർട്ട് വർക്ക് ആയിട്ട് തോന്നും. പക്ഷെ ഇത് ഇവിടുത്തെ ബേബി ബോക്സ് ക്ലോസ് ചെയ്യാനുള്ള, അതായത് ഹൈഡ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ബോക്സ് ആണ്. ഇനി ഇതിന് ബാക്കിലാണ് നമ്മുടെ വാഷ്റൂം. ഇനി ഡൈനിങ് ടേബിളിന്റെ ബാക്ക് സൈഡിൽ തന്നെയാണ് നമ്മൾ വാഷിംഗ് യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു LED മിറർ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു ഡിസൈനർ ടൈപ്പ് വാഷ് ബേസിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹിൻഡ്വെയറിന്റെ തന്നെ ഗോൾഡൻ ടാപ്പ് ഇതിന് ചേരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡില് ഡോവേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ചെറിയ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് വെള്ളത്തിന്റെ ടച്ച് വരുന്ന ഏരിയ ആയത് കാരണം ഇത് WPCയിൽ ലാമിനേറ്റ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് സൈഡിൽ തന്നെ നമ്മൾ ടേബിൾസും പ്ലാന്റും ഒക്കെ കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെയറിന്റെ ഈ അടിഭാഗം നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഡൈനിങ് ഏരിയയുടെ വിശേഷം. ഇതാണ് ഡൈനിങ് റൂമിന് നിയർ ആയിട്ടുള്ള ക്രോക്കറേഷൻ. ഇവിടെ ആർച്ച് ഷേപ്പിലാണ് നമ്മൾ പാനൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരു കർവ് പാറ്റേൺ നമ്മൾ ലിവിംഗ് റൂമിന്റെ പ്രയറിലും സീലിംഗിലൊക്കെ കണ്ടിരുന്നു. അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇവിടെ നമ്മൾ ആർച്ച് ഷേപ്പിൽ തന്നെയാണ് പാനലിംഗ് ചെയ്തിരിക്കുന്നത്. അതിന് ബാക്ക് സൈഡിലാണ് നമ്മൾ ക്രോക്കറി ഷേപ്പ് മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി പഴയ പ്ലാനില്, അതായത് പഴയ രീതിയിലായിരുന്നപ്പോൾ ഇവിടെ ഫ്രിഡ്ജ് ആയിരുന്നു, അതിന് തൊട്ടടുത്ത് ചെറിയൊരു ക്രോക്കറി ഷെൽഫ് ഉണ്ടായിരുന്നു. അത് നമ്മൾ മാറ്റിയിട്ട് ഈ വാള് ഫുള്ളായിട്ട് ക്രോക്കറി ഷെൽഫിന്, അതായത് സ്റ്റോറേജിനാണ് കൂടുതൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം സ്റ്റോറേജ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇവിടെ 2 ഡ്രോയേഴ്സ് കൊടുത്തിരിക്കുന്നു. പ്രൊഫൈൽ ഹാൻഡിൽ വെച്ച് 2 ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഹാൻഡിൽ നമുക്ക് ഒരു പ്രത്യേകതയുണ്ട്. കൺസീൽഡ് ഹാൻഡിലാണ്, അത് റോസ് ഗോൾഡ് ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കൺസീൽഡ് ആയി കൊടുക്കാൻ കാരണം നമ്മുടെ തൊട്ടടുത്ത് ഇവിടെ ഒരു സൈഡില് ബെഡ്റൂം, ഒരു സൈഡില് കിച്ചൺ ഉണ്ട്. അപ്പൊ ഈ പാസേജിൽ കൂടെ നടക്കുന്ന നമുക്ക് കൈ തട്ട് നമുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ കൺസീൽഡ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഈ ക്രോക്കറി ഷെൽഫിന്റെ ഏറ്റവും മനോഹരമായത് ഈ ഹാൻഡിൽസ് ആണെന്ന് പറയാം. ഇവിടെ ഒരു ഡ്രോപ്പ് ലൈറ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ മോഡുലാർ കിച്ചന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് റെനോവേഷൻ വർക്കാണ്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന കിച്ചൺ ജസ്റ്റ് എൽ ഷേപ്പിൽ കുറച്ച് ക്യാബിനറ്റും ബാക്കി നമ്മുടെ പഴയ രീതിയിലുള്ള കിച്ചണും ഒക്കെ ആയിരുന്നു. അതിനെയാണ് നമ്മളിങ്ങനെ വിശാലത തോന്നിക്കുന്ന രീതിയിലുള്ള മോഡുലാർ കിച്ചണിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇവിടെ ഒരു പാസേജ് കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു വോളൊന്നും പഴയ കിച്ചണിലില്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. അതിനടുത്ത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ഗ്രേയും ഡാർക്ക് ഗ്രേയും ആ ഒരു കോമ്പിനേഷനിലാണ് നമ്മൾ ക്യാബിനറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ജെറ്റ് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ PVC ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഡാർക്ക് ഗ്രേയുടെ തീമിലാണ് കൊടുത്തിരിക്കുന്നത്. ആ ലൂവേഴ്സ് തന്നെയാണ് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനും കുറേയേറെ പ്രത്യേകതകളുണ്ട്. അത് ഞാൻ പറയാം. 3 പേർക്ക് സുഖമായിട്ടിരുന്ന് കഴിക്കാനുള്ള ഒരു സ്പേസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ വീടാവുമ്പോൾ 5-6 പേരുള്ളപ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കണമെങ്കിലും നമുക്ക് ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു ഫോൾഡിംഗ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉയർത്തി കഴിക്കാം, അല്ലാത്തപ്പോൾ ഇത് താഴേക്ക് ഇടാം. ഇനി അല്ല ഇവിടെ ഇന്ന് കഴിക്കുന്നവർക്ക് ഫുഡ് എടുത്ത് വെക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇതിനടിയിലായിട്ട് നമ്മൾ സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം എപ്പോഴും എടുക്കേണ്ടാത്ത സാധനങ്ങളെല്ലാം കീപ്പ് ചെയ്യാനായിട്ട് ആ ഒരു സ്പേസ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിനടുത്ത് തന്നെയായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്രിഡ്ജ് പുറമേ നിന്ന് വിസിബിൾ ആകാതിരിക്കാനാണ് നമ്മൾ ഇവിടെ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിൽ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്.
ഇനി അതിനടുത്ത് തന്നെയാണ് ടോയ് യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന. നമുക്ക് ഒത്തിരി സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ട് ഇതിനെ മാറ്റാം. ഈ ടോയ് യൂണിറ്റിന് തൊട്ടടുത്ത് തന്നെ നമ്മൾ സ്റ്റോറേജിന് ഉള്ള സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കോർണർ യൂണിറ്റ് നമ്മൾ ഈ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഫുള്ള് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുകളിലേക്ക് ഒരു ഓപ്പൺ നിഷ് കൊടുത്ത് ലിഫ്റ്റഡ് ഡോറുകളാണ് മുഴുവനും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെ ഉള്ളില് ഒരു പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു വെട്ടം കിട്ടുന്ന രീതിയിൽ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പില്ലർ നമുക്ക് കാണാൻ പറ്റും. ഇതിന് ആ സൈഡിലേക്ക് വരുന്ന സ്പേസ്, അതായത് അത് പഴയ രീതിയിലുള്ള കിച്ചൺ ആയിരുന്നു. അപ്പം അത് നമ്മൾ മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പില്ലർ ആയിരുന്നു. അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സെയിം ബ്ലാക്ക് കളറിലെ ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ നേരത്തെ കണ്ട ആ പാനലിംഗ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലാണ് നമ്മുടെ ഫുഡ് ആൻഡ് പൗഡർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹിൻഡ്വെയറിന്റെ അപ്ലയൻസസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മോഷൻ സെൻസർ ആണ് ഇതിന്റെ ടെക്നോളജി. ഇത് 3 ബർണർ ഹോബാണ്. ഇതിന്റെ ഇപ്പൊ നമ്മുടെ ഈ ക്യാബിനറ്റുകളെല്ലാം, അതായത് കൗണ്ടർ ടോപ്പിന് അടിയിൽ വരുന്ന ക്യാബിനറ്റുകളെല്ലാം നമ്മൾ WPC മൈക്ക ലാമിനേറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ നമ്മുടെ ഹോബിന് അടിയിലായിട്ട് നമ്മൾ കട്ട്ലറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 3 ടാൻഡം ബോക്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കോർണർ യൂണിറ്റ് ആണ്. ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ ടാൻഡം യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്ന എല്ലാ യൂണിറ്റുകളും നമ്മൾ WPC ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന സിംഗിളും ഹിൻഡ്വെയറിന്റെയാണ്. അതിന് പറ്റുന്ന ഹിൻഡ്വെയറിന്റെ തന്നെയാണ് ടാപ്പ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫ്ലെക്സിബിൾ ടൈപ്പ് ഓഫ് ടാപ്പാണ്. ഇനി ഈ ഒരു സൈഡിലെല്ലാം നമ്മൾ ലിഫ്റ്റ് ആയിട്ടുള്ള ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സെയിം ടൈപ്പിലുള്ള ലിഫ്റ്റ് അപ്പ് ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും നമ്മൾ സാധാരണ കൊടുക്കുന്ന GTPT ഗ്ലാസ് ട്രേ, പ്ലേറ്റ് ട്രേ അങ്ങനെയുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ പ്ലേറ്റ് ട്രേ മാത്രമായിട്ട് ഒരു യൂണിറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് സുപരിചിതമല്ലാത്ത ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. പണ്ട് കാലത്തെ കിച്ചണുകളിൽ, അതായത് നമ്മുടെ റബ്ബർ ഷീറ്റ് അല്ലെങ്കിൽ മീറ്റ് ഐറ്റംസ് ഇതൊക്കെ ഡ്രൈ ചെയ്യാനുള്ള ഒരു സ്പേസ്, നമ്മുടെ പുകയെടുപ്പിൽ ഒരു സ്പേസ് കാണുമായിരുന്നു. അങ്ങനെ ഒരു ഏരിയ ആയിരുന്നു ഇത്. അതായത് ഇവിടെ പുകയെടുപ്പ്, ഇതിന് മുകളിലേക്ക് ഒരു ഹോളാണ്. ഇവിടെ നമുക്ക് റബ്ബർ ഷീറ്റ് അല്ലെങ്കിൽ മീറ്റ് ഇതെല്ലാം ഡ്രൈ ചെയ്യുന്നതിനുള്ള ഒരു സ്പേസ് ആയിരുന്നു. അതാണ് നമ്മൾ ഈ രീതിയിൽ മാറ്റിയെടുത്തിരിക്കുന്നത്. ഇവിടെ മുഴുവൻ പാനൽ ചെയ്ത്, ലൂവേഴ്സ് പാനലും ചെയ്ത് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഇത് ഇന്നത്തെ ടൈപ്പ് ഓഫ് മോഡേൺ കിച്ചണാക്കി മാറ്റിയിരിക്കുകയാണ്. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ ആണിത്. ഇതിന്റെ കളർ കോമ്പിനേഷനും അതുപോലെ തന്നെയാണ്. അതായത് ഡാർക്ക് ഗ്രേ, ലൈറ്റ് ഗ്രേ, അതിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഭിത്തികളിലെല്ലാം നമ്മൾ വൈറ്റ് പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരു സിങ്ക്, ടാപ്പ് ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു കിച്ചണിൽ നമ്മൾ കാണാത്ത ഒരു ഇതാണ്, ഇവിടെ ഒരു വാഷ് കൗണ്ടറും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മാക്സിമം നല്ല വലിപ്പമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാഷ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ ഒരു വാഷ് കൗണ്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കിച്ചണിൽ നിങ്ങൾ ഒരു കാര്യം നോട്ട് ചെയ്തെന്ന് അറിയില്ല, ഇവിടെ നമ്മൾ വിൻഡോസിലെല്ലാം കൊടുത്തിരിക്കുന്നത് ഹാഫ് കർട്ടൻസ് ആണ്. അതായത് നമ്മുടെ ഡേ ലൈറ്റ് ബ്ലോക്ക് ചെയ്യാതിരിക്കാനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ പകൽ സമയങ്ങളിലൊന്നും ഇവിടെ ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല, നല്ലതായിട്ട് വെട്ടം വരുന്നതാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനടിയിലെല്ലാം നമ്മൾ സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സിങ്കിനടിയിൽ വരുന്നത്, അതുപോലെ വാഷ് കൗണ്ടറിന്റെ അടിയിൽ, ഇനി ഗ്യാസ് കുറ്റിയുണ്ടെങ്കിൽ ഗ്യാസ് സിലിണ്ടറിന്റെ അടിയിൽ എല്ലാം നമ്മൾ എയർ പാസിംഗ് ഗ്രില്ല് കൊടുക്കാറുണ്ട്. എന്തെങ്കിലും സ്മെല്ലോ ബാഡ് സ്മെല്ലോ ഉണ്ടെങ്കിൽ പോകാനോ അറിയാനോ ഒക്കെ ആയിട്ട്. ഇതൊക്കെയാണ് ഈ കിച്ചന്റെ വിശേഷങ്ങൾ. ഇനി ഇവിടെയായിട്ട് ഒരു സ്റ്റോർ റൂം ഉണ്ട്. അതിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങളെല്ലാം, ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു കിച്ചന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇത്രയും സമയം കേട്ടത്. ഇനി താഴെ 2 ബെഡ്റൂമാണുള്ളത്. അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഈ വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂമിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മൾ ഒരു വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും സംശയമാണ്,
നമ്മുടെ പഴയ ഫർണിച്ചർ എല്ലാം റീയൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ പറയുന്നത് നല്ല ഫർണിച്ചർ ആണെങ്കിൽ അതിന് യാതൊരു കംപ്ലൈന്റും ഇല്ലെങ്കിൽ നമുക്കത് റീയൂസ് ചെയ്യാം. ഇതും അതുപോലെ ഒരു വാർഡ്രോബാണ്. ആക്ച്വലി ഇതിന്റെ കളർ ഒരു ഡാർക്ക് ബ്രൗൺ ആയിരുന്നു. അതിനെ നമ്മൾ ഈ ടീക്ക് വുഡ് ഫിനിഷിലേക്ക് മാറ്റിയിരിക്കുന്നു. ബാക്കി ഇതിന് കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത കാരണമാണ് നമ്മൾ ഇത് അതുപോലെ തന്നെ കീപ്പ് ചെയ്തത്. പിന്നെ ഇവിടെ ഈ ബോളിൽ ബർത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ് അത് പ്ലെയിൻ ബോളാക്കി വാൾപേപ്പർ വെച്ച് സെറ്റ് ചെയ്ത് പിന്നെ ഒരു തീമിലേക്ക് മാറ്റാൻ വേണ്ടി ഈ ഒരു കളർ കർട്ടൻ യൂസ് ചെയ്തു. അതിന് ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് ഒരു ക്രോഷോ ലേസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ ഓഫീസ് ടേബിൾ ഈ ഒരു സൈഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കട്ടിലും അതും നമ്മൾ ആ ഒരു കബോർഡിന്റെ കളറിൽ തന്നെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അതിലും നമ്മൾ ഇതിന് ചേരുന്ന രീതിയിലുള്ള ഒരു ബെഡ്ഷീറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇത് നമ്മൾ മാട്രസ് മാറ്റി ഓർത്തോ മാട്രസ് ആക്കിയിരിക്കുകയാണ്. സൈഡില് ഒരു പുതുതായിട്ട് ഒരു സൈഡ് ടേബിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് ഈ റൂമിന്റെ വിശേഷങ്ങൾ. ഇതാണ് ഈ വീടിന്റെ സെക്കൻഡ് ബെഡ്റൂം. ഇവിടെ നമ്മൾ കോട്ട്, സൈഡ് റാക്ക്, സ്റ്റഡി ടേബിൾ, വാർഡ്രോബ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാർഡ്രോബ് ഒരു 3 ഡോർ വാർഡ്രോബാണ്. ഇത് സ്റ്റോറേജിനുള്ള സൗകര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഹാൻഡിലും നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മുഷിഞ്ഞ ഡ്രസ്സുകളെല്ലാം ഒരു പ്രാവശ്യം യൂസ് ചെയ്ത ഡ്രസ്സുകളെല്ലാം സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ വാർഡ്രോബിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഈ ഒരു സ്പേസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുകയില്ല. ഒരു ഡമ്മി ആയിട്ട് ഒരു ഹാൻഡിൽ വെച്ചിരിക്കുന്നതാണ്. പക്ഷെ ഇതിന്റെ ഓപ്പണിംഗ് ഈ ഒരു സൈഡിലാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഹാൻഡിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. ഒരു പുഷപ്പ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ആയി വരും. ഇവിടെയാണ് നമ്മൾ മിറർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 സ്പേസ് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സാധനങ്ങൾ കീപ്പ് ചെയ്യാൻ. ഈ ഒരു സ്പേസ് നമ്മൾ ഉപയോഗിച്ച അതായത് യൂസ് ചെയ്ത ക്ലോത്ത് ഹാങ് ചെയ്യുന്നതിനുള്ള സ്പേസ് ആണ്. നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്യാം. താഴെ എയർ പാസിംഗ് വിൻഡും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റൂമിന്റെ കേർട്ടൺ ആണ് നമ്മൾ കാണുന്നത്. കേർട്ടനിൽ നമ്മൾ മറ്റു റൂമിൽ കണ്ടതുപോലെ തന്നെയാണ് കേർട്ടൺ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ സെറ്റ് ചെയ്തതിൽ ഒരു പ്രത്യേകതയുണ്ട്. നടുവിൽ നമ്മൾ വേറൊരു കളർ കൊടുത്ത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഈ ലേസിന്റെ അതേ ഷെയ്ഡ് തന്നെയാണ് നമ്മൾ മിഡിലിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ റൂമിന്റെ വിശേഷങ്ങൾ. ഈ വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നുണ്ട്. ഇതുപോലുള്ള റെനോവേഷൻ വർക്കുകളും ഇന്റീരിയർ വർക്കുകൾക്കുമായി ഞങ്ങളെ ബന്ധപ്പെടുക. ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9995429399. താങ്ക് യു ഫ്രം മൈ